മധുരൈ കുളിത്തല എന്ന സ്ഥലത്തെ ദമ്പതികളായിരുന്നു മീനാക്ഷിയും ജ്യോതിരാമലിംഗവും. മീനാക്ഷിക്ക് ഏതാണ്ട് 32 വയസ്സായിരുന്നു പ്രായം. അവരുടെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറായിട്ടാണ് മീനാക്ഷി ജോലി ചെയ്യുന്നത്. അവർ എല്ലാ ദിവസവും രാവിലെ 8:30 അവരുടെ TVS 50 സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോകും. വൈകുന്നേരം 5:30 തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ പതിവ് പോലെ 2004 ഒക്ടോബർ 19 രാവിലെ 8:30 തന്നെ മീനാക്ഷി ടീച്ചർ സ്കൂളിലേക്ക് പോയി. പക്ഷെ അന്നേ ദിവസം വൈകുന്നേരം 6 മണിയായിട്ടും ടീച്ചർ തിരികെ വീട്ടിലേക്ക് വന്നില്ല. ഭർത്താവായിട്ടുള്ള രാമലിംഗത്തിന് ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നുകയും അദ്ദേഹം സ്കൂളിലേക്ക് പോയിട്ട് ഭാര്യയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ആ സമയത്ത് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും സ്റ്റാഫും അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. ആ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി മാത്രമാണ് ആ സ്കൂൾ വളപ്പിൽ ഉണ്ടായിരുന്നത്. ആ സെക്യൂരിറ്റിക്കാരനോട് രാമലിംഗം ഭാര്യയെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ഏതാണ്ട് വൈകുന്നേരം 5 മണിക്ക് തന്നെ മീനാക്ഷി ടീച്ചർ വീട്ടിലേക്ക് പോയതാണ്. ആ സെക്യൂരിറ്റിക്കാരൻ അത് നേരിട്ട് കണ്ടതുമാണ്. അത് കേട്ടപ്പോൾ രാമലിംഗത്തിന് വല്ലാത്ത ഭയമായിപ്പോയി. കാരണം ആ സമയമായിട്ടും മീനാക്ഷി ടീച്ചർ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന ഭയമായിരുന്നു രാമലിംഗത്തിന് ഉണ്ടായിരുന്നത്. രാമലിംഗം തിരികെ വീട്ടിലേക്ക് പോയി. വഴിമതിയിൽ മീനാക്ഷി ടീച്ചറിനെ കുറിച്ച് ഒരുപാട് പേരോട് അന്വേഷിക്കുകയും ചെയ്തു. അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. ആ റെയിൽവേ ഗേറ്റിന് അടുത്തായിട്ട് അവിടെ സ്ഥിരമായിട്ട് ഈ രാമലിംഗത്തിന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇരിക്കുകയും ചെയ്യും. അവരോട് പോയിട്ട് ഭാര്യയെക്കുറിച്ച് മീനാക്ഷി ടീച്ചറിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവർ പറഞ്ഞു, കുറച്ച് സമയം മുന്നേ ആ റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടന്നിരുന്ന സമയത്ത് മീനാക്ഷി ടീച്ചറിന്റെ വണ്ടി അവിടെ നിർത്തിയിരുന്നു. അവരത് നേരിട്ട് കണ്ടതുമാണ്. അതിനർത്ഥം മീനാക്ഷി ടീച്ചർ ആ റെയിൽവേ ഗേറ്റ് താണ്ടി കടന്നിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു പലചരക്ക് കടയുണ്ട്. ഈ രാമലിംഗത്തിന്റെ ഒരു സുഹൃത്താണ് ആ പലചരക്ക് കട നടത്തുന്നത്. ആ സുഹൃത്തിനോട് പോയിട്ടും ഭാര്യയെക്കുറിച്ച് ചോദിക്കുകയാണ്. അയാൾ പറഞ്ഞു, മീനാക്ഷി ടീച്ചറാണെന്ന് തോന്നുന്നു, അതുവഴി മുന്നോട്ട് പോകുന്നത് അയാൾ കണ്ടതാണ്. ആ കടയിൽ നിന്ന് 15 മിനിറ്റ് കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് എത്താം. അതിനർത്ഥം ആ ഒരു ഏരിയയിൽ വെച്ചാണ് മീനാക്ഷി ടീച്ചറിന് എന്തോ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കാണാതായിരിക്കുന്നത്. രാമലിംഗവും സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്നുകൊണ്ട് മീനാക്ഷി ടീച്ചറിന് വേണ്ടിയിട്ട് ഒരുപാട് തിരച്ചിൽ നടത്തി. പക്ഷെ രാത്രി 11 മണിയായിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അതിനെ തുടർന്ന് ഒക്ടോബർ 19 രാത്രി 11:30 തന്നെ രാമലിംഗം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് തന്റെ ഭാര്യയെ കാണുവാനില്ലെന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണ്. ആ ഉദ്യോഗസ്ഥർ രാമലിംഗത്തോട് ചോദിച്ചു, മീനാക്ഷി ടീച്ചറിന് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ രാമലിംഗത്തിന് ആരെങ്കിലും സംശയമുണ്ടോ? രാമലിംഗം പറഞ്ഞു, തന്റെ ഭാര്യ വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറാണ്. അവർക്ക് ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ല. തനിക്ക് ആരെയും സംശയവുമില്ല. അതുകൂടാതെ ഒക്ടോബർ 19 അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും രാമലിംഗം പോയിട്ട് അന്വേഷിച്ച എല്ലാ കാര്യങ്ങളും ആ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. അവരുടെ ആദ്യത്തെ അന്വേഷണം ആരംഭിച്ചത് ആ സ്കൂളിലെ വാച്ച്മാനിൽ നിന്നായിരുന്നു. അതുകൂടാതെ ആ റെയിൽവേ ഗേറ്റിന്റെ അടുത്തുണ്ടായിരുന്ന രാമലിംഗത്തിന്റെ സുഹൃത്തുക്കളുടെയും അതുകൂടാതെ ആ പലചരക്കുകാരന്റെയും അടക്കം ഏതാണ്ട് 900-ൽ-അധികം വ്യക്തികളുടെ മൊഴി വെറും 4 ദിവസം കൊണ്ട് പോലീസ് രേഖപ്പെടുത്തി. പക്ഷെ ആർക്കും തന്നെ മീനാക്ഷി ടീച്ചർ എങ്ങോട്ട് പോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു അതിനെ നേരിൽ കണ്ട ഒരു സാക്ഷി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കേസന്വേഷണം വളരെ മന്ദഗതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. പക്ഷെ മീനാക്ഷി ടീച്ചറിനെ കുറിച്ച് ഒരു വിവരവും ആർക്കും തന്നെ ലഭ്യമായതുമില്ല. അതിനിടയിൽ മീനാക്ഷി ടീച്ചറിൽ നിന്ന് സൂചിപ്പിക്കുന്ന ഒരു മൃതശരീരം ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതിനെക്കുറിച്ച് തമിഴ്നാട് പോലീസ് അന്വേഷിച്ചെങ്കിലും ആ മൃതശരീരം മീനാക്ഷി ടീച്ചറിൻ്റെത് അല്ലെന്ന് അവർ ഉറപ്പാക്കുകയും ചെയ്തു. അങ്ങനെ 2006 ആയിട്ടും ഈ കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. അതായത് മീനാക്ഷി ടീച്ചർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ടീച്ചറുടെ ഭർത്താവായിട്ടുള്ള രാമലിംഗം ഒരു ഹേബിയസ് കോർപ്പസിന്റെ ഹർജി സമർപ്പിച്ചു. അതിനെ തുടർന്ന് ഈ കേസന്വേഷണം CBCIDക്ക് കൈമാറുകയും ചെയ്തു. എന്നിട്ടും ഈ കേസിന്റെ അന്വേഷണം വളരെ മന്ദഗതിയിൽ മാത്രമാണ് മുന്നോട്ട് പോയത്. അങ്ങനെയിരിക്കെ 2006 ജൂൺ 22 ആ പ്രദേശത്തുള്ള രാജേന്ദ്ര തോട്ടം എന്ന് പറയുന്ന വാഴത്തോട്ടത്തിൽ കൃഷിപ്പണി ആരംഭിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് 2 തൊഴിലാളികൾ ആ വാഴത്തോട്ടത്തിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് എത്തുകയും ചെയ്തു. അവർ ആ തോട്ടത്തിൽ കുഴിയെടുക്കുകയായിരുന്നു. ആ കുഴിയെടുക്കുന്ന സമയത്ത് ഏതാണ്ട് 3 അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്തപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണുകയും ചെയ്തു. അതായത് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട ഒരു മനുഷ്യന്റെ അസ്ഥികൂടമാണ് ആ കുഴിയിൽ അവർ കണ്ടത്. അവർ പേടിച്ച് ഉടൻ തന്നെ ആ കുഴി അങ്ങ് മൂടിക്കളഞ്ഞു. കാരണം ആരോടെങ്കിലും, പ്രത്യേകിച്ച് പോലീസിനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കേസാകും, കോടതിയാകും. അങ്ങനെ കേസും കോടതിയുമായിട്ട് അവർ മുന്നോട്ട് പോകേണ്ടി വരികയും ചെയ്യും. അവർ വളരെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളായിരുന്നു. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ അവർ ആരോടും പറയാതിരുന്നത്. പക്ഷെ 4 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ജൂൺ 26 ആയപ്പോൾ ആ നാടിന്റെ അധികാരി, നമ്മളുടെ മെമ്പർ എന്ന് പറയത്തില്ലേ, ആ മെമ്പറിനോട് അവർ എല്ലാ കാര്യങ്ങളും
പറയുകയും ചെയ്തു. ഉടൻ തന്നെ ആ നാടിന്റെ മെമ്പർ അവിടുത്തെ തഹസിൽദാറിനെയും പോലീസുകാരെയും ഈ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ ആ രാജ്യം തുടർന്ന് പറയുന്ന ആ കൃഷിസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അവിടെ പരിശോധന ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ കുഴിയെടുത്ത് നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞതുപോലെ ഏതാണ്ട് 3 അടി താഴ്ചയിൽ ആ ഒരു അസ്ഥികൂടം, ഒരു സാരിയിൽ പൊതിഞ്ഞ, ഒരു പച്ച സാരിയിൽ പൊതിഞ്ഞ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം അവിടുന്ന് കണ്ടെടുക്കുകയും ചെയ്തു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അവർ പറഞ്ഞു അതൊരു സ്ത്രീയുടെ അസ്ഥികൂടമാണ്. ഏതാണ്ട് 2 വർഷത്തെ പഴക്കം കാണും. പോലീസുകാർ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം ആ പ്രദേശം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് ഏതൊക്കെ സ്ത്രീകളെയാണ് കാണാതായിട്ടുള്ളത് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയാണ്. ആ ലിസ്റ്റിൽ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വന്നത് മീനാക്ഷി ടീച്ചറിന്റെ പേരായിരുന്നു. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ടീച്ചറിന്റെ ഭർത്താവായിട്ടുള്ള രാമലിംഗം നിയമ പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ആ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസിന് കുറച്ച് തെളിവ് ലഭ്യമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു പച്ച കളറിലെ സാരി ഉപയോഗിച്ചാണ് ആ ഒരു അസ്ഥികൂടം അല്ലെങ്കിൽ ആ ഒരു ശരീരം പൊതിഞ്ഞിരുന്നത്. അതുകൂടാതെ ആ അസ്ഥികൂടത്തിന്റെ കാൽഭാഗത്തായിട്ട് 2 വെള്ളി കൊലുസുകളും വിരലിൽ ഒരു വെള്ളി മിഞ്ചിയും ഉണ്ടായിരുന്നു. അതുകൂടാതെ തലഭാഗത്തായിട്ട് ഒരു ക്ലിപ്പും കുറച്ച് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും ആ കുഴിയിൽ നിന്ന് ലഭ്യമായിരുന്നു. ആ തെളിവുകൾ എല്ലാം തന്നെ രാമലിംഗത്തെ പോലീസ് കാണിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം തിരിച്ചറിയുകയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹം അന്വേഷിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അസ്ഥികൂടം തന്നെയാണ് ആ കുഴിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഒക്ടോബർ 19-ാം തീയതി മീനാക്ഷി ടീച്ചർ രാവിലെ സ്കൂളിലേക്ക് പോയത് അതേ പച്ചസാരി ഉടുത്തായിരുന്നു. ആ കാണുന്ന ആഭരണങ്ങളെല്ലാം തന്നെ, അതായത് ആ വെള്ളി ആഭരണങ്ങൾ എല്ലാം തന്നെ മീനാക്ഷി ടീച്ചറിന്റെ തന്നെയാണ്. പോലീസിന് ആ കാര്യം ഉറപ്പിക്കണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തണമായിരുന്നു. അതുകൊണ്ട് ഈ മീനാക്ഷി ടീച്ചറിന്റെ മാതാപിതാക്കളുടെ സാമ്പിൾസ് എടുത്ത് ആ DNA ടെസ്റ്റ് നടത്തി. ആ സാമ്പിൾസ് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആ കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ കുഴിയിൽ നിന്ന് കണ്ടെത്തിയ ആ അസ്ഥികൂടം മീനാക്ഷി ടീച്ചറിന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മീനാക്ഷി ടീച്ചറിനെ ആര് കൊലപ്പെടുത്തി, എന്തിന് കൊലപ്പെടുത്തി, ഇനി വേണം അത് കണ്ടെത്താനായിട്ട്. അതിനിടയിൽ രാമലിംഗം പോലീസുകാരോട് ചില സംശയങ്ങൾ പറയുകയും ചെയ്തു. ഈ മീനാക്ഷി ടീച്ചർ പതിവായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങൾ ധരിക്കാറുണ്ടോ? 2004 ഒക്ടോബർ 19-ന് രാവിലെ ടീച്ചർ സ്കൂളിലേക്ക് പോയ സമയത്തും ആ സ്വർണ്ണാഭരണങ്ങൾ ശരീരത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് ആ കുഴിയിൽ നിന്ന് കുറച്ച് വെള്ളി ആഭരണങ്ങൾ മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്വർണ്ണാഭരണങ്ങൾ എങ്ങോട്ട് പോയി? 100% അതൊരു കൊലപാതകം തന്നെയാണ്. അതായത് മീനാക്ഷി ടീച്ചറിനെ കൊലപ്പെടുത്തി തന്നെയാണ്. അങ്ങനെയെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമോ ആ കൊലപാതകം നടത്തിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആ മോഷ്ടാക്കള് ആ സ്വർണ്ണ ആഭരണങ്ങൾ ഒന്നെങ്കിൽ വിറ്റ് കാണും, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ആ പരിസരം കേന്ദ്രീകരിച്ചുള്ള ബാങ്കുകളിലും ജ്വല്ലറികളിലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഏതൊക്കെ ബാങ്കുകളിലാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ആളുകൾ കൊണ്ട് സ്വർണ്ണ ആഭരണങ്ങൾ പണയം വെച്ചിരിക്കുന്നത്, അതുകൂടാതെ ഏതൊക്കെ ജ്വല്ലറിയിലാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് സ്വർണ്ണ ആഭരണങ്ങൾ വിറ്റിരിക്കുന്നത്, അവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാണ്. ആ ലിസ്റ്റിലുള്ള ഓരോ ആൾക്കാരെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. ആ ലിസ്റ്റിൽ 1-2 ആൾക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയാണ്. അത് കാരണം വേറൊന്നുമായിരുന്നില്ല, അതിൽ 2 പേര് തീരെ സാമ്പത്തികം ഇല്ലാത്ത വ്യക്തികളായിരുന്നു. അവരുടെ പേര് ഷൺമുഖവേലെന്നും കുമാറെന്നുമാണ്. അവർക്ക് 2 പേർക്കും തീരെ സാമ്പത്തികമില്ലാത്ത ആ 2 പേര് ഒരേ ദിവസം, അതായത് ഒക്ടോബർ 20-ാം തീയതി തന്നെ ഒരു ജ്വല്ലറി കൊണ്ടുപോയിട്ട് കുറച്ച് കൂടുതൽ സ്വർണ്ണ ആഭരണങ്ങൾ വിറ്റിട്ടുമുണ്ട്. തീരെ സാമ്പത്തികം ഇല്ലാത്തവർക്ക് അത്രയും സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങിക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടി? അതായിരുന്നു പോലീസിന് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാക്കുകയും ചെയ്തത്. അങ്ങനെ ആ 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തങ്ങൾക്ക് അറിയില്ല, അത് തങ്ങളുടെ സ്വർണ്ണ ആഭരണങ്ങൾ തന്നെയാണെന്നാണ്. പക്ഷെ പോലീസിന്റെ ആ ചോദ്യം ചെയ്യൽ രീതി പൂർണ്ണമായിട്ട് മാറിയപ്പോൾ അവർ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. അവർ 2 പേരും ചേർന്നാണ് മീനാക്ഷി ടീച്ചറിനെ കൊലപ്പെടുത്തിയത്. അതിന് എന്തായിരുന്നു കാരണം? എങ്ങനെയാണ് ആ കൊലപാതകം അവർ ചെയ്തത്? അതിനുള്ള മറുപടിയും അവർ 2 പേരും പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു. ഈ ഷൺമുഖവേലും കുമാറും 2 പേരും അടുത്ത സുഹൃത്തുക്കളാണ്. ഒരുപാട് മദ്യപിക്കുന്ന, സാധാരണ കൂലിവേലി ചെയ്യുന്ന ആൾക്കാർ. ഈ ഷൺമുഖവേലിന്റെ മാമന്റെ വീടിന്റെ അടുത്താണ് മീനാക്ഷി ടീച്ചർ താമസിക്കുന്നത്. അങ്ങനെ ഷൺമുഖവേല് മീനാക്ഷി ടീച്ചറിനെ പലതവണ നേരിൽ കണ്ടിട്ടുണ്ട്. ടീച്ചറാണെന്നുണ്ടെങ്കിൽ കാണാൻ സുന്ദരിയായിരുന്നു. അങ്ങനെ ഷൺമുഖവേലിന് ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ ടീച്ചറിനോട് തോന്നുകയും ചെയ്തിരുന്നു. അങ്ങനെ 2004 ഒക്ടോബർ 19-ന് രാവിലെ തന്നെ ടീച്ചർ സ്കൂളിലേക്ക് പോയി. ഷൺമുഖവേല് അത് നേരിൽ കണ്ടതുമാണ്. അങ്ങനെ കുമാറിനോട് ഷൺമുഖവേല് ഒരു കാര്യം പറയുകയാണ്. അവർക്ക് മദ്യപിക്കാൻ തീരെ പണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മീനാക്ഷി ടീച്ചർ എന്ന് പറയുന്നത് തനിക്ക് പരിചയമുള്ള ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിന്റെ ദേഹത്ത് ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങൾ എപ്പോഴും ഉണ്ടാക്കി
ഉണ്ടാകുകയും ചെയ്യും. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് ടീച്ചർ ഒരു ഒറ്റപ്പെട്ട റോഡിലൂടെ അവരുടെ സ്വന്തം വണ്ടിയിൽ തനിച്ച് വരികയും ചെയ്യും. അതുകൊണ്ട് ആ സ്ഥലത്ത് വെച്ച് ടീച്ചറിനെ ആക്രമിച്ച് ആ സ്വർണ്ണ ആഭരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. കുമാർ അതിന് പൂർണ്ണമായിട്ട് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഷൺമുഖവേലിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ടീച്ചറിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഏതാണ്ട് 5 മണി കഴിഞ്ഞ് രാജേന്ദ്ര തോട്ടം എന്ന് പറയുന്ന ആ സ്ഥലത്ത് കാത്ത് നിൽക്കുകയാണ്. ആ ഭാഗം വഴി ടീച്ചർ കടന്നു പോകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ടീച്ചർ അതുവഴി പോയ സമയത്ത് രണ്ടുപേരും ചേർന്നുകൊണ്ട് കത്തി കാണിച്ച് ടീച്ചറിനെ അവിടെ ഭീഷണിപ്പെടുത്തി നിർത്തുകയും തലക്കടിച്ച് ബോധം കെടുത്തുകയും ചെയ്തു. രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ വാഴത്തോട്ടത്തിലേക്ക് മീനാക്ഷി ടീച്ചറിനെ കൊണ്ടുപോയി. അവിടെ വെച്ച് മാറി മാറി രണ്ടുപേരും ചേർന്ന് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. ടീച്ചറിന്റെ ശരീരത്തുണ്ടായിരുന്ന ആ സ്വർണ്ണ ആഭരണങ്ങൾ മുഴുവൻ അവർ കവർന്നെടുത്തു. ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിവസ്ത്രങ്ങൾ വായിൽ തിരികെ കയറ്റി വെക്കുകയും ചെയ്തു. കഴുത്ത് ഞെരിച്ചാണ് മീനാക്ഷി ടീച്ചറിനെ അവർ ഇല്ലാതാക്കിയത്. അതിനുശേഷം ഒരു കുഴിയെടുത്ത് ടീച്ചറിന്റെ ശരീരം ടീച്ചറിന്റെ തന്നെ സാരിയിൽ പൊതിഞ്ഞ് അവിടെ മറവ് ചെയ്യുകയും ചെയ്തു. ടീച്ചറിന്റെ ആ സ്കൂട്ടർ മറ്റൊരു ഭാഗത്ത് ഒരു കുഴിയെടുത്ത് അവർ മറവ് ചെയ്തിരുന്നു. പിന്നീട് പോലീസിന് ആ സ്കൂട്ടർ അവർ തന്നെ ഏതാണ്ട് 2 വർഷം കഴിഞ്ഞ് കാണിച്ച് കൊടുക്കുകയും ചെയ്തു. രണ്ടുപേർക്കുമെതിരായിട്ട് ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേർക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. ആ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് 2014 ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഷൺമുഖവേല് ജയിലിൽ വെച്ച് മരണപ്പെട്ടു. കുമാർ ഇപ്പോഴും ഈ കേസിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഈ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ടീച്ചറിന്റെ ഭർത്താവ് നടത്തിയ നിയമ പോരാട്ടം, അതുകൂടാതെ 2 വർഷം കഴിഞ്ഞ് ആ വാഴത്തോട്ടത്തിൽ 2 തൊഴിലാളികൾ ഒരു കുഴിയെടുത്തു. അതായിരുന്നു ഈ കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവായിട്ട് മാറുകയും ചെയ്തത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. സി യു.